ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് കൊണ്ടൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് കൊണ്ടാട്ടം എന്നാണ് അതിൻ്റെ പേര്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് വരാം. വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് വരാം. നമ്മളിപ്പോൾ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് 600 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് മസാല കൂട്ടായിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ സവാള, പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ, ഒരു പിടി മല്ലിയില, പിന്നെ ഇഞ്ചി, കൊച്ചുള്ളി, കൊണ്ടാട്ടമുളക്, വറ്റൽമുളക്, പിന്നെ ഒരു തേങ്ങേൻ്റെ ഒരു പൂള് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ ഈ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോണത്. നമുക്കാദ്യം കൊച്ചുള്ളി, ഒരു 4 കൊച്ചുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നമുക്കൊരു പേസ്റ്റ് പരുവത്തിലാക്കാം. നമ്മൾ നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ആദ്യം മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിലുള്ള വെള്ളം മതിയാവും. അടുത്തത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടി, ആവശ്യത്തിന് ഉപ്പ്. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇടുകയാണ്. എട്ട് 9 കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ഒരു 4-5 വിസിൽ കേട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചു. പാൻ ചൂടായ ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, എന്നാലേ ബീഫിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പാൻ ചൂടായിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് എന്നിട്ട് വഴറ്റി കൊടുക്കണം. നല്ലൊരു കറുത്ത കളറാവുന്നവരെ നമുക്കിത് വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഒരു മീഡിയം ടു ഹൈ ടെമ്പറേച്ചർ ഇട്ടാൽ മതി. ബീഫ് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പാനിൽ വേറെ കുറച്ച് സംഭവം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. വീണ്ടും ഗ്യാസ് കത്തിച്ചു. ആ പാൻ തന്നെ നമ്മൾ വെച്ചു. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്ക് ആദ്യം കൊണ്ടാട്ടം മുളക് ഇതിലിട്ട് വറുത്തെടുക്കണം. ഒരു 5 കൊണ്ടാട്ടം മുളകാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലൊരു 5 വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. തണുത്ത ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് വറുത്തെടുക്കുന്നത്. വറ്റൽമുളകും നമ്മളെ കൊണ്ടാട്ടം മുളകും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ അടുത്തതായിട്ട് ആ പാൻ തന്നെ വീണ്ടും ചൂടാക്കുകയാണ്.
ഇതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കണം. ഏകദേശം ഒരു വറവായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൂളി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വറവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പൂൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇത് വഴറ്റിയെടുക്കണം. തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കണം. ഒരു വറവായി വന്നിട്ടുണ്ട്. ഇതിൽ 1 സവാള അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് ഒരു 7 ഇല കറിവേപ്പില ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. കൊണ്ടാട്ടം മുളകിൽ കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒന്ന് വാടി വരുന്ന പോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടണം. ഇത് നമ്മൾ നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൊണ്ടാട്ടം മുളകും മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഏകദേശം നന്നായിട്ട് റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കഴിച്ചു നോക്കാം. നല്ല വലിയ പീസ് തന്നെ എടുക്കാം. അടിപൊളി കേട്ടോ, നല്ല എരിവുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു പീസും കൂടി തിന്നാൻ തോന്നുകയാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ, ബൈ ബൈ.